ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോടന്നൂരിലെ പ്രകൃതി ജീവനാലയത്തിലാണ്. എല്ലാ മാസവും 7-ാം തീയതിയിലുള്ള സെമിനാറിന് പങ്കെടുക്കാനായി വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാനായി നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടി. അപ്പോൾ ഹൽവയുടെ റെസിപ്പിയും പാചകവും വാചകവും തമാശയും പാട്ടുമൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇവിടെ കുറച്ച് ഏലക്കായ ചതച്ചത് എടുത്തിട്ടുണ്ട്, ഒരു പിടി. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അലുവ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നാളികേരത്തിന്റെ പാല് പിഴിഞ്ഞത് എടുത്തിട്ടുണ്ട്. നമ്മൾ കോടന്നൂര് ഉരുളിയിലാണ് ഹൽവ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് എന്താന്ന് വെച്ചാല്, ഉരുളിയിലേക്ക് 1 കിലോ ശർക്കര നമ്മൾ നന്നായി പാനിയാക്കി അത് ഒഴിക്കുകയാണ് ചെയ്തത്. നിങ്ങളിവിടെ കാണുന്നവരെല്ലാവരും കോടന്നൂരിൽ വന്നിട്ട് നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയവരാണ്. ഏകദേശം ഒരു 6 വർഷമായി. 13-ാം തീയതിക്ക് 6 വർഷമായി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇവരായിട്ട് നമുക്കുള്ളത്. ശർക്കര പാനി ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച മത്തങ്ങയാണ് ചേർത്തത്. മത്തങ്ങയുടെ അളവ് എന്ന് പറയുന്നത് 2 കിലോനാണ്. മത്തങ്ങ ചേർത്ത സമയത്ത് നമ്മൾ കുറച്ച് കഷ്ണങ്ങളായിട്ടാണ് അതിൽ ചേർത്തത്. ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് ജോസാറാണ്. ജോസാറിനെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൂടെ. ജോസാറിന്റെ വൈഫും ഇതുപോലെ നമ്മൾ മുൻപ് 7-ാം തീയതി സെമിനാറിന് ചെന്ന സമയത്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. അപ്പൊ ജോസാറാണ് നമ്മുടെ പാചകത്തിന് ചുക്കാൻ പിടിച്ചത്. കോടന്നൂർ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഒത്തുകൂടിയപ്പോൾ പാട്ടും വർത്തമാനവും തമാശകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ കുക്ക് ചെയ്തത്. അപ്പൊ ഒരാളും ചോദിച്ചു, പായസം എന്നുള്ള ഒരു വാക്ക് വരുന്ന ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചു. അപ്പൊ ജോസാറ് നന്നായി പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ ജോസാറ് പറഞ്ഞു, ഞാനൊരു പാട്ട് പാടാം, പായസം എന്നുള്ള വാക്ക് വരുന്ന പാട്ട് പാടാന്ന് പറഞ്ഞു. അപ്പൊ ജോസാറ് പാടുന്ന പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശർക്കര പാനിലേക്ക് മത്തങ്ങ ചേർത്തിട്ട് അത് രണ്ടും കൂടി യോജിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകും തോറും നമുക്ക് ഇളക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് 3 ആള് ഇളക്കാണ്, അമ്മയും അച്ഛനും പിന്നെ ജോസാറും കൂടിയിട്ട്. ഇനി ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുകയാണ്. നാളികേരപ്പാലിലേക്ക് നമ്മളൊരു 3 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഹലുവയുടെ ആ ഒരു പാകം വരാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാപ്പാൽ ഒഴിക്കട്ടാ. നാളികേരപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ചു കഴിഞ്ഞാൽ ആകെ നമ്മുടെ ഹൽവ കുളവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കണം. നമ്മൾ നാളികേരപ്പാലിൽ ഒഴിക്കുന്നതിന് മുമ്പും നന്നായി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണം. ഇത് നാളികേരപ്പാലിൽ ഒഴിക്കുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതാണ് പറയുന്നത്. നമ്മൾ അടുത്ത് ഏലക്കായ ഇടാം.
ഹൽവയുടെ കട്ടി കൂടുന്തോറും അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ അടി പിടിക്കാണ്ടിരിക്കാൻ. നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ മാത്രമല്ല നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൽവയ്ക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സാറ് വന്നു. ഈ സാറ് എന്താ പറയണേ നോക്കാട്ടാ. സാറപ്പ വന്ന് നോക്കിയിട്ട് തിരിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടാ. അപ്പൊ സാറ് പറഞ്ഞു അലുവയാകുമ്പോ എന്നെ വിളിക്ക്, ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സാറ് പോയി. അങ്ങനെ വർത്താനം പറഞ്ഞ് അണ്ടിപ്പരിപ്പ് ഇടാനുള്ള സമയമായി. അണ്ടിപ്പരിപ്പ് ഇടാനുള്ള സമയം ഇപ്പൊ അണ്ടിപ്പരിപ്പ് ഒന്നും കാണാനില്ല. അണ്ടിപ്പരിപ്പൊക്കെ മോഷണം പോയിട്ടുണ്ട്. അപ്പൊ ഉള്ള അണ്ടിപ്പരിപ്പ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അണ്ടിപ്പരിപ്പ് അച്ഛൻ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അമ്മയും ജോസാറും നന്നായി മത്സരിച്ച് ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. ഒന്നുകൂടി പറയണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായി ഇളക്കണം. നമ്മള് ശർക്കര പാനി ഒഴിക്കുമ്പോ തൊട്ട് നന്നായി ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ നമ്മുടെ ഹൽവ ഇളക്കി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിജി സാറും അതുപോലെ അച്ഛനും കൂടിയിട്ട് ഒരു കിണ്ണത്തിൽ എണ്ണ പറ്റാണ്. എണ്ണ പറ്റുന്നത് എന്താണെന്നാണ് എല്ലാവർക്കും അറിയാലോ, വിട്ടു പോരാനാണ്. പിന്നെ കിണ്ണത്തിൽ ചെയ്യുന്ന നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹൽവ ഇളക്കി നല്ല രീതിയിൽ കട്ടയായിട്ട് നല്ല ആ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് കിണ്ണത്തിലേക്ക് മാറ്റിയിട്ട് ഷേപ്പ് ആക്കാൻ പോവാട്ടാ. അങ്ങനെ നമ്മുടെ ഹൽവയുടെ പരിപാടി കഴിഞ്ഞു. നന്നായി തന്നെ കിട്ടി, നല്ല ഹൽവയുടെ ആ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതൊരു കിണ്ണത്തിലേക്ക്, നേരത്തെ എണ്ണ തടവിയ കിണ്ണത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ ഉരുളിക്ക് വേണ്ടി അവിടെ അടിയായിരുന്നു. നമ്മൾ ഈ ഉണ്ടാക്കിയ ഉരുളിയിൽ ഈ മൊരിഞ്ഞുണ്ടാവും അടിഭാഗം, അത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാ. അത് കഴിക്കാൻ വേണ്ടി അവിടെ അടിയായിരുന്നു. ഉരുളി തുടയ്ക്കാനും കയ്യിൽ തുടയ്ക്കാനും അവിടെ ഒരു മത്സരം തന്നെയായിരുന്നു. എല്ലാവരും അത് ടേസ്റ്റ് ഉണ്ടാവാം അടിയില്. നമുക്ക് മുറിക്കല്ല, സാധനം കൂടെ മുറിക്കില്ല. പോളിങ് ഒരു കയ്യിൽ എൻ്റെ കയ്യോ കഴിക്കാലോ കേൾക്കാലോ അല്ലേ? എന്നാ ബേബി സാറേ, സാറേ എന്നൊക്കെ വിളിക്കണ കിട്ടണ്ടേ? അടുത്തുകൂടി വരും. കഴിയുമ്പോൾ പറയാം.
അത് കിട്ടാൻ നിൽക്കരുത് ചേട്ടാ. ഓരോരുത്തരും ഉണ്ടാവും. ഇതുപോലുള്ള ഓരോ കേക്കുകൾ ഉണ്ടാവട്ടെ. ഇനി വൈദികളെന്ന് ഓർത്തോളൂ. കണ്ടാ മതി. ഞാൻ ഇളക്കണത് കണ്ടതല്ലേ? ചില സ്ഥലങ്ങൾക്ക് ഹോസ്റ്റി കൊടുക്കുന്ന ആളാണ്. ചോർന്ന് കൊണ്ടു രണ്ടാം പ്രാവശ്യം കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. സാറ് കഴിക്കോ? നമ്മുടെ ഒഫീഷ്യൽ പ്രകൃതി പാചകമായിട്ട് പ്രഖ്യാപിക്കാം. നമ്മൾ ഈ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തതല്ലേ, നമ്മളങ്ങനെ ഒത്തുകൂടി ഹൽവ ഉണ്ടാക്കി എന്നുള്ളൊരു മെമ്മറീസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.